പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ 5ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കുമ്പോൾ, അതായത് കാറ്റഗിസം ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് രക്ഷകനെ കാത്തിരുന്ന ജനം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് അവസാന പാഠങ്ങളിൽ ഒരു ഉത്തരം മാത്രമേ അറിയുള്ളൂ. അതായത് ഉത്തരം അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്നവർ, ഞാൻ ഉത്തരം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ എൻ്റെ അടുത്തിരുന്നവർ എന്നോട് പറയുക, ഇന്ന് കാക്ക മലന്ന് പറക്കുമെന്ന്. അപ്പം 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് എത്തിയപ്പം അപ്പോൾ റോയ് സാറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ റോയ് സാർ പറഞ്ഞിട്ടാ ശരിക്കും പഠിച്ചോണം കേട്ടോ, ഞാൻ 5ാം ക്ലാസ്സിൽ കാറ്റഗിസം തോറ്റുപോയി. ഓക്കെ. അപ്പോൾ 6ാം ക്ലാസ് എത്തിയപ്പം 6ാം ക്ലാസ്സിലെ എല്ലാ ഉത്തരങ്ങളും 3 വരിയെങ്ങാണ്ടേ ഉള്ളൂ. പുതിയ നിയമമാണ്. കർത്താവ് ബൈബിൾ പുതിയ നിയമം ഓൾറെഡി എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാം എളുപ്പമായിരുന്നു. ഈ 6ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ 12ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കുമായിരുന്നു. എന്ത് എളുപ്പമാണ് ഓരോ പാഠങ്ങളും. ജീവദായകമായ വചനം, എന്ത് ഈസിയാണ് പഠിക്കാൻ എളുപ്പം. പക്ഷെ അവരെ സംബന്ധിച്ച്, 12ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. അത്ര ഈസി ആയിരുന്നില്ല. കാരണം അവർ ബൈബിള് പഠിച്ചിരുന്നില്ല. ബൈബിള് മുഴുവനും പഠിച്ച ഒരു വ്യക്തിക്ക് കാറ്റഗിസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നും പഠിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഞാൻ ഇടവകയിലെ വികാരി അച്ഛനല്ല, കൊച്ചച്ഛനോട് ചോദിച്ചു, അച്ഛൻ നമ്മുടെ പിള്ളേരെന്താ ബൈബിൾ പഠിപ്പിക്കാത്തത്? അപ്പം ഈ അച്ഛൻ പറയുക, ഇവരെ ബൈബിള് പഠിപ്പിച്ചാൽ ഇവരെ പിന്നെ ഇങ്ങോട്ടേക്ക് ഉപദേശിക്കാൻ വരും, ഇവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു അറിവ് ഉള്ളത് കൊണ്ടാണ് സഭയിലെ മെത്രാന്മാരും വൈദികരും കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കാത്തത്. കാരണം ബൈബിള് കുട്ടികളെല്ലാവരും, യുവാക്കളെല്ലാവരും പഠിച്ചാൽ ഭീഷണിയാകുന്നത് വൈദികർക്കും മെത്രാന്മാർക്കും എതിരായിട്ട് മാത്രമാണ്. ഏത് തരം വൈദികരും മെത്രാന്മാരും? ബൈബിള് പഠിക്കാത്ത വൈദികരും മെത്രാന്മാരും ആയവർക്കാണ് കുട്ടികൾക്ക് ഭീഷണിയായിട്ട് മാറുകയുള്ളൂ. മനസ്സിലായോ?